തിരികെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ ഇടം പിടിച്ചത്. നാളെ രാവിലെ 10 മണിക്ക് ചുമതല ഏൽക്കുമെന്ന വാർത്ത കൂടി വരുന്നു. വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുൻപുള്ള ഈ മടങ്ങിവരവ് എന്ന വിശദീകരണം കൂടി ലഭിക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും. എ വി ജയശങ്കറിലേക്ക്. ജയശങ്കർ, എന്താണ് ഇങ്ങനെ പെട്ടെന്ന് എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകും മുൻപ്, വിധി വരും മുമ്പ് അല്ലെങ്കിൽ ഫലം വരും മുമ്പ് ഇങ്ങനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരികെ എത്താനുള്ള കാരണം? അതിനെന്ത് വിശദീകരണമാണ് പാർട്ടി നൽകുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ കെ സുധാകരന്റെ മടങ്ങി വരുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു, രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായിരുന്നു. സുധാകരൻ തിരിച്ചെത്തില്ലെന്നും പുതിയ അധ്യക്ഷനെ കണ്ടെത്തുമെന്ന തരത്തിൽ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ചകൾ നടന്നിരുന്നു. മാധ്യമങ്ങൾ ഉൾപ്പെടെ പലതരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഒടുവിൽ കെ സുധാകരന് ഇത് സംബന്ധിച്ച ഫേസ്ബുക്കിൽ വിശദീകരണ കുറിപ്പ് വരെ എഴുതേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കെ സുധാകരൻ ഹൈക്കമാൻഡിനോട് തനിക്ക് ഉടൻ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരണം, ചുമതല താൻ വീണ്ടും ഏറ്റെടുക്കുകയാണെന്ന കാര്യം അറിയിച്ചത്, തയ്യാറാണെന്ന കാര്യം അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മടങ്ങി വരാനുള്ള അനുമതി നൽകിയത്. നാളെ രാവിലെ 10 മണിക്ക് KPCCയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനിൽ നിന്ന് കെ സുധാകരൻ KPCC അധ്യക്ഷന്റെ ചുമതല വീണ്ടും ഏറ്റെടുക്കും. എന്തായാലും വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് സുധാകരൻ മടങ്ങിയെത്തുന്നത്. നിലവിൽ ഉണ്ടായിരുന്ന ധാരണകൾ അനുസരിച്ച് ജൂൺ 4-ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നതായിരുന്നു ആലോചന. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് കെ സുധാകരൻ പെട്ടെന്ന് തന്നെ തിരിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നത്. കെ സുധാകരനെ മാറ്റി മറ്റൊരാളെ KPCC അധ്യക്ഷനാക്കണമെന്ന ചർച്ചകൾ വരെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനിടയിൽ ഉണ്ടായിരുന്നു. ഇത്തരം ചർച്ചകളെല്ലാം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും മറ്റും കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിപ്പ് ഉൾപ്പെടെ ഇട്ടിരുന്നു. എന്തായാലും നാളെ രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം തിരിച്ചെത്തും. തനിക്ക് എപ്പോൾ വേണമെങ്കിലും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരാമെന്ന കൊച്ചിയിൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ കെ സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കെ സുധാകരന്റെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരാനുള്ള ഒരു അടിയന്തര നടപടി നൽകിയത്. പ്രജിൻ.